ചെകുത്താൻ ലാസർ അല്ല, നിന്റപ്പൻ ലൂസിഫർ മാത്തൻ വന്നാലും ഷാജി പാപ്പൻ കപ്പ് കൊണ്ടേ പോകും. അങ്ങനെ നമ്മുടെ ഷാജി പാപ്പന്റെ മൂന്നാം വരവ്, ഷാജി പാപ്പന്റെ അല്ല, ഇവിടെ ജയേട്ടന്റെ. കാരണം ഷാജി പാപ്പന്റെ ആണോ ജയേട്ടന്റെ ആണോ എന്ന് പറയുന്നതിൽ ഏത് പറയണമെന്നുള്ള അറിയില്ല. കാരണം ജയേട്ടൻ അങ്ങോട്ട് ജീവിച്ചു നിൽക്കുകയാണ് ഈ മൂന്ന് സിനിമയിലും. ഷാജി പാപ്പൻ തന്നെ പറയാം, ഷാജി പാപ്പന്റെ മൂന്നാം അംഗം ആട് 3, ഒരു മിഥുൻ മാനുവൽ തോമസ് പടം. അത് എടുത്തു പറയണം, ഇതൊരു മിഥുൻ മാനുവൽ തോമസ് പടം എന്നുള്ളത്. കാരണം പടം തിയേറ്ററിൽ പോയി കണ്ട സമയത്ത് കിട്ടിയൊരു ക്വാളിറ്റി ഉണ്ടല്ലോ, അത് മിഥുൻ മാനുവൽ തോമസിന് തരാൻ പറ്റുന്ന ഒരു ക്വാളിറ്റിയാണ്. അത് സ്ക്രിപ്റ്റിംഗിലായാലും ഡയറക്ഷനിലായാലും. അതുപോലെ തന്നെ ഫ്രൈഡേ ഫിലിം ഹൗസ് പ്രൊഡക്ഷൻ എപ്പോഴും ഗ്യാരണ്ടി പടം തരുന്ന പ്രൊഡക്ഷൻ കമ്പനി, അങ്ങനെ പറയാൻ പറ്റും. കാരണം അവരുടെ ആ ഒരു പ്രൊഡക്ഷൻ ക്വാളിറ്റി ഉണ്ടല്ലോ, അതിപ്പം പുതിയ ഡയറക്ടേഴ്സിനാണെങ്കിലും അല്ലെങ്കിൽ ഓൾറെഡി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡയറക്ടേഴ്സിനാണെങ്കിലും കൊടുക്കുന്നത്. പൊതുവെ അവർ പുതിയ ഡയറക്ടേഴ്സിനാണ് കൂടുതൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാറ്. അതിൽ അവർ കൊണ്ടുവരുന്ന ഒരു ഫ്രഷ്നെസ് ഉണ്ട്, ഇപ്പോൾ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ കണ്ടന്റ് വരുന്ന ഒരു ഫ്രഷ്നെസ്, അത് ഇത്തവണയും അവർ അടിവരയിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് പടത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, ശരിക്കും ആട് 1 ഞാൻ തിയേറ്ററിൽ പോയിട്ട് കണ്ടാണ്. കണ്ണൂർ സവിത ഫിലിം സിറ്റിയിലാണ് പോയി കണ്ടത്. ഒരുപാട് നെഗറ്റീവുകൾ പടം ഇറങ്ങിയ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് പേഴ്സണലി പടം ഫസ്റ്റ് ഡേ കണ്ടപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഭയങ്കരമായിട്ട് ഞാൻ എൻജോയ് ചെയ്തു. എൻ്റെ വരെ ആ ഒരു ഓരോരുത്തരുടെ എൻട്രിയും പടത്തിൽ വരുന്ന ഓരോ സീനും സീക്വൻസുകളും അതിൽ വരുന്ന കോമഡി എലമെന്റും ആ ഒരു സ്പൂഫ് എലമെന്റ് എല്ലാം കൂടി നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടാണ് ഞാൻ വന്നത്. പക്ഷെ ഞാൻ വന്ന് പറഞ്ഞ ഓരോരുത്തർക്കും വലിയ പടം കത്തിയില്ല, അവർ പോയി കണ്ടപ്പോൾ അവർക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള സംഭവം. പക്ഷെ പിന്നീട് സംഭവിച്ചത് ചരിത്രമായിരുന്നു. പടം ടൊറന്റിലൊക്കെ ഇറങ്ങി, ഡിവിഡികൾ ഇറങ്ങി, അതിലൊക്കെ ഭയങ്കര ഹിറ്റായി. എല്ലാവരുടെയും സ്ട്രെസ് ബസ്റ്റർ എന്നങ്ങനെ പറയാം, അങ്ങനെ ഒരു മൂവിയായി ആ ഒരു പടം. അതിലെല്ലാ ക്യാരക്ടേഴ്സും സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടു. അതിനുശേഷമാണ് സെക്കൻഡ് പാർട്ട് ഇറങ്ങിയത്. സെക്കൻഡ് പാർട്ട് ഇറങ്ങിയ സമയത്ത് ഞാൻ ബാംഗ്ലൂരായിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നത് ലക്ഷ്മി തിയേറ്ററിലോ അവിടെ എവിടെയാണ് ഞാൻ പോയിട്ട് സെക്കൻഡ് പാർട്ട് കണ്ടത്, നമ്മുടെ മടിവാളിൽ വെച്ചിട്ട്. അന്ന് ആ ഒരു ടൈറ്റിൽ കാർഡിൽ നമ്മുടെ ഫസ്റ്റ് പാർട്ടിന്റെ ഒരു ആനിമേഷൻ കാണിക്കുമല്ലോ, അപ്പൊ തൊട്ട് തുടങ്ങിയ കയ്യടിയായിരുന്നു. പടം എൻഡ് വരെ ആ ഒരു കയ്യടിയും ചിരിയും ബഹളവും എല്ലാം കൊണ്ടും, അതായത് ഫസ്റ്റ് പാർട്ടിൽ കൂടുതൽ കോമഡിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്, സെക്കൻഡ് പാർട്ടിൽ കുറച്ച് മാസം കൂടി ഉണ്ടായിരുന്നു. ആ മാസ് വന്നപ്പോഴും അത് നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. കാരണം തിയേറ്ററിൽ അത് കൈയടിക്കാനുള്ള ഒരു എലമെന്റ്, ഗൂസ് ബംസ് മൊമെന്റ്സ് വരുമല്ലോ, ആ ഗൂസ് ബംസ് മൊമെന്റ്സ് സെക്കൻഡ് പാർട്ടിലും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിയേറ്ററിൽ ഫുള്ളി ആഘോഷിച്ചു. അതും ബാംഗ്ലൂരിൽ വെച്ചിട്ട് മലയാളി ക്രൗഡിന്റെ കൂടെ ആഘോഷിക്കുമ്പോൾ അത് ഡബിൾ ഹാപ്പി ആയിരുന്നു. ശരിക്കും ഇപ്പം ഈ ആട് 3 കാണാൻ പോകുന്നതിന് മുന്നേ എക്സ്പെക്ടേഷൻ എനിക്ക് നല്ല ഹൈ ആയിരുന്നു, പ്രത്യേകിച്ച് ട്രെയിലർ കണ്ട സമയത്ത്. പക്ഷെ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. കാരണം ഈ ചരിത്ര കാര്യം എങ്ങനെ പറയുന്നുള്ള, കാരണം പഴയകാല കഥ പറയണല്ലോ, അതെങ്ങനെ പറയുന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. കാരണം ആട് 3ന്റെ എക്സ്പെക്ടേഷൻ നമുക്ക് എല്ലാവർക്കും ഈ ഓരോ ക്യാരക്ടേഴ്സിന്റെ എൻട്രിയും അവരുടെ ആ ഒരു കണ്ടന്റും അവർ വരുന്ന കോമ്പിനേഷൻ സീൻസും കോമഡിയൊക്കെയാണ്. അപ്പം ഈ സാധനം എങ്ങനെ ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. ഞാൻ ആ ട്രെയിലർ റിയാക്ട് ചെയ്ത സമയത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് കറക്റ്റായിട്ട് അളവ് ചേർത്ത് ആരെയൊക്കെ എപ്പോൾ കൊണ്ടുവരണം, എവിടെ കൊണ്ടുവരണം, അവരൊക്കെ ഏത് രീതിയിൽ വരണം എന്നുള്ളതും, പിന്നെ അതുപോലെ തന്നെ ഈ പുതിയ കാലത്തിന്റെ കഥ പറയുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. കാരണം നമ്മളെ എല്ലാവരുടെയും ഫേവറേറ്റ് ക്യാരക്ടേഴ്സ് ആണ് എല്ലാവരും. പക്ഷെ ആ പഴയകാല കഥ എന്ന് പറയുന്നത് ഏകദേശം ഒരു പുതിയ ക്യാരക്ടേഴ്സ് ആണ് എല്ലാവരും, നമുക്ക് പുതിയതാണ്. അപ്പൊ നമ്മളത് എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുന്നുള്ളൊരു സംഭവം കുറച്ച് എനിക്ക് പേടി ഉണ്ടായിരുന്നൊരു സാധനമാണ്. പക്ഷെ തിയേറ്ററിൽ പോയി കണ്ട സമയത്ത് ഫസ്റ്റ് തൊട്ടിട്ട്, അത് പടത്തിന്റെ ഫസ്റ്റ് സീൻ തൊട്ടിട്ട് തന്നെ നമുക്ക് ചിരിക്കാനുള്ള വക തരുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ, ഞാൻ കഥയിലോട്ട് കടക്കുന്നില്ല, പക്ഷെ ഓരോരുത്തരും വരുന്ന സമയത്ത് അവരുടെ എൻട്രീസ്, പ്രത്യേകിച്ച് നമ്മളെ ആശാന്റെ എൻട്രി, അതുപോലെ തന്നെ നമ്മുടെ ഷാജിപ്പാപ്പന്റെ എൻട്രി, പിന്നെ അറക്കൽ അബുയുടെ എൻട്രി, സർബത്ത് ഷമീറിന്റെ എൻട്രി, സാത്താൻ സേവ്യറുടെ എൻട്രി ഗംഭീരമായിരുന്നു കേട്ടോ. ഗംഭീരം എന്ന് വെച്ചാൽ ഗംഭീരം. അത് ഒരു മാനുവൽ തോമസ് എന്ന് പറഞ്ഞ ഡയറക്ടർ ഒരിക്കലും കംപ്ലീറ്റ്ലി ഒരു കോമഡി ഫുള്ളി ലോജിക് ഇല്ലാണ്ട് അങ്ങനെ മാത്രമല്ല നോക്കുന്നത്. കുറച്ചെവിടേക്കോ ഒരു നമുക്ക് എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പുതിയ എലമെന്റ് കൂടി മിക്സ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു വിഷ്വലില് നല്ല ക്വാളിറ്റി കിട്ടുന്നുണ്ട്. നമുക്ക് ആ സീനുകൾ മാസ് കാണിക്കുന്ന സമയത്ത് മാസ് എഫക്ട് കിട്ടുന്നുണ്ട്. സാത്താൻ സേവ്യറിന്റെ എൻട്രി എനിക്ക് ഭയങ്കരമായിട്ട് മാസ് എഫക്ട് ഫീൽ ചെയ്തായിരുന്നു ഫസ്റ്റത്തെ എൻട്രി കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഷാജിപ്പാപ്പന്റെ എൻട്രിനെ പറയണ്ട, എന്നത്തെയും പോലെ തന്നെ ഇത്തവണയും പൊളിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അറക്കലബ് വന്നതും ഗംഭീരമായിരുന്നു. അറക്കലബിന് ഒരു എക്സ്ട്രാ ബീറ്റ് ഒക്കെ കൊടുത്ത് നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ആശാൻ വന്നപ്പോൾ തൊട്ട് സ്കോർ ചെയ്യുന്നുണ്ടായിരുന്നു. ആശാന്റെ വേറൊരു രൂപമുണ്ട്, അത് ഞാൻ പറയുന്നില്ല. ആശാൻ ഏകദേശം ഒരു ട്രിപ്പിൾ റോൾ തന്നെ പറയാം, അങ്ങനെയാണ് പറയാം. അപ്പൊ ആ ഒരു മറ്റേ സംഭവം ഞാൻ പറയുന്നില്ല. പക്ഷെ ട്രെയിലറിലും അതുപോലെ പോസ്റ്റേഴ്സ് ഒക്കെ ഇറക്കിയ സമയത്ത് കണ്ടിട്ടുള്ള 2 ആശാന്മാരെ അറിയാം. നമ്മൾ ഇന്ദ്രൻ ചേട്ടന്റെ 2 ആശാൻ ക്യാരക്ടർ ഉണ്ട്. അപ്പൊ അതിലൊന്ന് 2ഉം നന്നായിരുന്നു. പക്ഷെ ഒരു സംഭവം കൂടി ഉണ്ട്, അതും നന്നായിരുന്നു, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഡ്യൂഡ് നമ്മുടെ സെക്കൻഡ് പാർട്ടിൽ അതേ ആ ഒരു കണക്ഷൻ വെച്ചിട്ട് തന്നെയാണ് ശരിക്കും കൊണ്ടുവന്നത്. അത് നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഡ്യൂഡിന്റെ. പക്ഷെ മാസ്മരികം അല്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് എൻജോയ്മെന്റ് വരുന്നത് ഒരു കുറച്ച് അങ്ങോട്ട് എത്തുന്ന സമയത്താണ്. ആ എത്തുന്ന സമയം തൊട്ടിട്ട് ഡ്യൂഡ് പൊളിച്ചടിക്കുന്ന പറയാം. അതായത് ചില സ്ഥലത്തൊക്കെ ഡ്യൂഡിന്റെ പടമായിട്ട് മാറിയിട്ടുള്ള ഒരു ഫീൽ കിട്ടുന്നത്. വിനായകൻ ചേട്ടൻ ഹാറ്റ്സ് ഓഫ്. വിനായകൻ ചേട്ടൻ എങ്ങനെ വന്നാലും പൊളിയാണ്. ഈവൻ നമ്മൾ ആ ഒരു പഴയ ക്യാരക്ടർ കാണിക്കുമ്പോഴടക്കം ആളുടെ ആ ഒരു ആറ്റിറ്റ്യൂഡും സംഭവങ്ങളൊക്കെ, ആ ആറ്റിറ്റ്യൂഡിൽ വന്ന് കോമഡി പറയുന്നത്
ഒന്നും പറയാനില്ല. അതായത് ഓരോ ഡയലോഗിലും മാസും ആറ്റിറ്റ്യൂഡും കൊണ്ടുവന്ന് ഓരോ ക്യാരക്ടേഴ്സിന് നെക്സ്റ്റ് ഡയലോഗിൽ ഒരു കൗണ്ടർ അടിച്ച് ആ ഡയലോഗ് മൊത്തം നിർവീര്യാക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അത് ഭയങ്കര രസമാട്ടോ. എന്ത് പറഞ്ഞാൽ അത് ഭയങ്കര നമുക്ക് ചിരിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. പിന്നെ വേറൊരു കാര്യം എടുത്തു പറയണമെന്ന് വെച്ചാൽ ഓരോ സമയത്തും ചില ഏരിയാസിൽ വരുന്നൊരു ചിരി മൊമെന്റ് ഉണ്ട്. അതായത് ഏതെങ്കിലും ഒരു സീൻ വന്നു കഴിഞ്ഞാൽ, ഇപ്പം 1-2 സീൻ ഉണ്ട് അതിനകത്ത്, കുറച്ച് ആക്ഷൻസ് സീനുകളൊക്കെ കാണിച്ചിട്ടുണ്ട്, മുഖത്തെ എക്സ്പ്രഷൻസ് ഒക്കെ വെച്ചിട്ടുള്ള 1-2 സീനുകൾ, പിന്നെ അതുപോലെ 1-2 കോമ്പിനേഷൻ സീനുകൾ. ആ കോമ്പിനേഷൻ സീൻ വരുന്ന സമയത്ത് അവിടെയുള്ള എല്ലാവരും, ആ ഫ്രെയിമിലുള്ള എല്ലാവരും പെർഫോം ചെയ്യാണ്. അത് ആക്ടേഴ്സ് മാത്രമല്ല, അവിടെ ചുറ്റിലും നിൽക്കുന്ന ചായക്കടക്കാരനാണെങ്കിലും അല്ലെങ്കിൽ ആരാണെങ്കിലും എല്ലാവരും വന്ന് സ്കോർ ചെയ്തിട്ട് അതൊരു കണ്ടിന്യൂസ് ചിരി ഇങ്ങനെ കുറച്ച് നേരത്തേക്ക്. എനിക്ക് ശരിക്കും 1-2 സ്ഥലത്ത് കണ്ടിന്യൂസ് ചിരിച്ചിട്ട് കണ്ണിന്നൊക്കെ വെള്ളം വന്നു. അങ്ങനെ ഒരു മൊമെന്റ് ഉണ്ടായിരുന്നു. ആൻഡ് അങ്ങനെ അല്ലാത്ത കുറച്ച് സീരിയസ് ആയിട്ടുള്ള മോഡും സിനിമയിലുണ്ട്. ആൻഡ് ഞാൻ പറഞ്ഞില്ല, അതായത് ഒരു കൽക്കിയിൽ തുടങ്ങിയിട്ട് ഒരു ലോക എഫക്റ്റ് ഒക്കെ കൊടുത്ത് ഒരു ആട് 3 വരുന്നൊരു സിനിമയാണ് ശരിക്കും. ആടിലോട്ട് വരുന്നുണ്ട്, പിന്നെ ഇടയ്ക്കൊക്കെ നമുക്കൊരു ഗെയിം ഓഫ് ത്രോൺസിന്റെ ഒക്കെ മോഡിലോട്ട് പോവാം. എൽഡറാഡോ, നമ്മളെ KGF ഒക്കെ കുറച്ച് സാധനങ്ങളുണ്ട്. ഈവൻ ടോക്സിക്കിലെ ട്രെയിലറിൽ തന്നെ ഉണ്ടെന്നല്ലേ കം ടു ഡാഡി ഡയലോഗ് നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എല്ലാ എലമെന്റും നമുക്ക് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ വേണ്ടുന്ന എല്ലാ സാധനങ്ങളും ചേർത്തിട്ട് നമുക്ക് ഫുള്ളി എന്റർടൈനർ ആയിട്ട് തിയേറ്ററിൽ ഒരു എന്താ പറയാ, സിനിമ കഴിഞ്ഞു കഴിഞ്ഞിട്ട് എന്തെങ്കിലും എടുത്തുകൊണ്ട് നമുക്ക് ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചിട്ട് പോകാനോ അല്ലെങ്കിൽ ഭയങ്കര ഹാങ് ഓവറിൽ പോകാനോ അങ്ങനെയൊന്നുമല്ല, എൻജോയ് ചെയ്തിട്ട് ചിരിച്ച് ഉല്ലസിച്ച് പോകുക. അങ്ങനത്തെ ഒരു സിനിമയാണ് ശരിക്കും ആട് 3. അതിൽ എല്ലാവരും ചെയ്ത എല്ലാവരും, ജയേട്ടനാണെങ്കിലും ഇന്ദ്രൻ ചേട്ടനാണെങ്കിലും നമ്മുടെ സർബത്ത്, നമ്മുടെ വിജയ് ബാബു ആണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ സണ്ണീവീൻ ആണെങ്കിലും എല്ലാവരും അവരുടെ റോള് ഭംഗിയാക്കി. രഞ്ജി പണിക്കർ സാർ, എല്ലാവരും പേരെടുത്ത് പറഞ്ഞു തുടങ്ങിയ ഒരു ലിസ്റ്റ് തന്നെ ഉണ്ട്, വലിയ ലിസ്റ്റ് ഉണ്ട്. അവരെല്ലാവരും അവരവരുടെ ആ ഒരു ഡബിൾ ഷെയ്ഡ് ക്യാരക്ടേഴ്സ്, രണ്ട് ക്യാരക്ടേഴ്സും കറക്റ്റായിട്ട് വന്നിട്ട് അവർക്ക് ചെയ്യാനുള്ളതൊക്കെ ചെയ്തിട്ട് പോയിട്ടുണ്ടായിരുന്നു. നമ്മളെ ഒരു ലേഡി ക്യാരക്ടർ ഉണ്ടല്ലോ, അവരും ഫസ്റ്റ് വന്നപ്പോഴൊന്നും വലിയൊരു ഇമ്പാക്ട് തന്നില്ല, പക്ഷെ എൻഡിലോട്ട് വരുന്ന സമയത്ത് അവരും ഗംഭീരമായിരുന്നു. അവരുടെ ആക്ഷൻ സീക്വൻസ് ഒക്കെ പൊളിയായിരുന്നു, ഒന്നും പറയാനില്ല. പിന്നെ അവസാനത്തെ 20 മിനിറ്റ് പടം തകർത്തു എന്ന് പറയാനല്ല, ലിറ്ററലി പൊളിച്ചടുക്കി. അങ്ങനെയാണ് ശരിക്കും അവസാനത്തെ ഒരു 20 മിനിറ്റ്സ് കണ്ടെടുക്കാൻ തോന്നാത്ത രീതിയിലുള്ള സീനുകൾ കണ്ടിന്യൂസ് ഉണ്ടായിരുന്നു. മാസ് ഉണ്ട്, കോമഡി ഉണ്ട്, മിക്സ് ആണ്, മാസ് കോമഡി അങ്ങനെ മിക്സ് ചെയ്തിട്ട് ആ ഒരു ലാസ്റ്റ് 20 മിനിറ്റ് സയൻസ് ഉണ്ട്, മാസ് ഉണ്ട്, കോമഡി ഉണ്ട്, നമുക്ക് കുറെ ചിന്തിക്കാനുള്ള സാധനങ്ങളുണ്ട്. ആൻഡ് നെക്സ്റ്റ് പാർട്ടിലോട്ടുള്ള ഹിന്റും എല്ലാം കൊടുത്തിട്ടുള്ള ഒരു കിട്ടിലൻ സിനിമ. അതിൽ എനിക്ക് ചെറിയൊരു നെഗറ്റീവായിട്ട് തോന്നിയിട്ടുള്ളത് പടത്തിന്റെ നീളം മാത്രമാണ്. കുറച്ചൊന്ന് 2 മണിക്കൂർ 50 മിനിറ്റോളം അടുപ്പിച്ചിട്ടുണ്ട് സിനിമ. അത് ഇച്ചിരി ഒന്ന് ഇങ്ങോട്ട് കുറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഒന്നും കൂടി നന്നായിരുന്നേനും തോന്നി. അതായത് ഫസ്റ്റ് ഹാഫിൽ കുറച്ച് ചെറിയ സ്ഥലത്ത് കുറച്ചൊന്ന് ലാഗ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അത് ഒരു മിഡിലാട്ടോ. പക്ഷെ അത് ആ ലാഗ് ഫീൽ ചെയ്യുന്നതും ആ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം അവിടെ അങ്ങനെ വന്നാൽ മാത്രമേ ആ കഥ നമുക്ക് കാണിച്ചു തരാൻ പറ്റുള്ളൂ. കഥ കറക്റ്റായിട്ട് കൊണ്ടുപോയി അത് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ഏരിയ ഉണ്ടല്ലോ, ആ ഏരിയ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവിടെയാണ് കുറച്ചൊന്ന് തിയേറ്റർ സൈലന്റ് ആയത്. ബാക്കി എല്ലാ സ്ഥലത്തും ഒച്ചയും ബഹളവും തന്നെയായിരുന്നു. തിയേറ്ററിൽ ആഘോഷിക്കാനുള്ള എല്ലാ എലമെന്റും ചേർത്തിട്ടുള്ള ഒരു കംപ്ലീറ്റ് സർട്ടിഫൈഡ് മൂവി, കുടുംബസമേതം കാണാൻ പറ്റുന്ന ഫാമിലി എന്റർടൈനർ എന്ന് പറയാം, അങ്ങനത്തെ ഒരു സിനിമ. അതുപോലെ തന്നെ മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് എടുത്ത് പറയേണ്ടതാണ്. ഷാനിക്കാണ് നമ്മുടെ പടത്തിന്റെ പാട്ടുകളൊക്കെ ചെയ്തേക്കുന്നത്, പക്ഷേ ഒറിജിനൽ സ്കോർ ചെയ്തേക്കുന്ന വേറൊരാളാണ്, പേരി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ട്രെയിലറിന്റെ സമയത്ത് പറഞ്ഞിരുന്നു. അദ്ദേഹം നല്ല രീതിയിൽ പണിയെടുത്തിട്ടുണ്ട്. കാരണം എവിടൊക്കെ ഏതൊക്കെ മോഡില് ബീറ്റ് വരണം എന്നുള്ളതും, പഴയകാല കാണിക്കുന്ന സമയത്തുള്ള ഒരു ബീറ്റിന്റെ എഫക്റ്റും, കളരിയുടെ ഏരിയ അതുപോലെയുള്ള സാധനങ്ങളൊക്കെ വരുന്ന സമയത്ത് എന്തൊക്കെ ബീറ്റ്സ് എക്സ്ട്രാ വരണം എന്ന് മാറ്റിത്തരണം എന്നൊക്കെ കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ലാസ്റ്റത്തെ 20 മിനിറ്റിൽ കത്തിക്കുന്ന സമയത്ത് ശരിക്കും കംപ്ലീറ്റ്ലി കത്തിച്ചേക്കുന്നത് ഓൾമോസ്റ്റ് ഡ്യൂഡാണെന്ന് പറയാം. ഡ്യൂഡിന്റെ ഏരിയ ഭയങ്കരമായിട്ട് പൊളിച്ചടുക്കിയിട്ടുണ്ടായിരുന്നു അവസാനത്തെ ആ ഒരു ഏരിയയിൽ. പിന്നെ ഷാജി പാപ്പൻ അറിയാലോ, നമ്മളെ ജയേട്ടന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരേ സമയം മാസും കോമഡിയും രണ്ടും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ആളാണ്. അത് മാസ് വരേണ്ട സ്ഥലത്ത് ആ മാസ് എഫക്ട് കിട്ടുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് 1-2 റെഫറൻസുകൾ അവസാനത്തെ ആ ഒരു ഷോട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ക്ലൈമാക്സിൽ ഒരു ഷോട്ട് കാണിക്കുന്നുണ്ട്, അത് ഒരു റെഫറൻസ് ആണ്, അത് റീക്രിയേറ്റ് ചെയ്താണ്. ആ റീക്രിയേഷൻ ജയേട്ടന് നന്നായിട്ട് ചേരുന്നുണ്ട്. ആ ഒരു ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അത് കാണിക്കുന്ന സമയത്ത് നമുക്ക് കൈയടിക്കാൻ തോന്നുന്നുണ്ട്. അത് ജയേട്ടന്റെ സ്ക്രീൻ പ്രസൻസും ആവാം, അതുപോലെ തന്നെ ആ ഒരു എടുത്തിരിക്കുന്ന അവിടുത്തെ സിനിമാറ്റോഗ്രാഫി പ്ലസ് സ്കോർ, പിന്നെ നമ്മളെ മിഥുൻ മാനുവൽ തോമസിന്റെ ഡയറക്ഷൻ എല്ലാം കൂടി ഒത്തിണങ്ങി വന്നുകൊണ്ടാണ് ആ ഒരു ഏരിയ നന്നായിട്ട് വന്നത്. എന്തായാലും ഞാൻ ഏകദേശം കുറേ ഗ്യാപ്പിന് ശേഷമാണ് ഒരു പടം തിയേറ്ററിൽ പോയി കാണുന്നത്. കാരണം നിങ്ങൾക്ക് അറിയായിരിക്കും, നമുക്ക് 1-2 റിയാക്ഷൻ ചാനൽസ് ഉണ്ട്. അപ്പോൾ അവിടെ ഓൾറെഡി പടം കാണുന്നതുകൊണ്ട് തന്നെ മൂവി കാണാൻ വേണ്ടി തിയേറ്ററിൽ പോക്ക് കുറവാണ്, സമയം കിട്ടാറില്ല. പക്ഷെ ഇതെന്തായാലും എനിക്ക് തിയേറ്ററിൽ തന്നെ കാണുന്നുണ്ടായിരുന്നു. കാരണം ഇതിന്റെ 1-2 ഞാൻ തിയേറ്ററിൽ കണ്ടാണ്. അപ്പൊ 3-ാം ഭാഗവും തിയേറ്ററിൽ തന്നെ കാണണം, മിസ് ചെയ്യരുത് എന്നുള്ളൊരു ഭയങ്കരമായിട്ടുള്ള വാശി ഉണ്ടായിരുന്നു. ഇന്നും ശരിക്ക് മിസ്സാവുമായിരുന്നു, 1-2 എനിക്ക് കമ്മിറ്റ്മെന്റ്സ് ഉണ്ടായിരുന്നു. പക്ഷെ എങ്ങനെയൊക്കെയോ ഞാൻ ടൈം എടുത്ത് പോയി കണ്ടതാണ്. ഞാൻ നിങ്ങൾക്ക് ധൈര്യമായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നൊരു മൂവിയാണ് ആട് 3. നിങ്ങൾ കണ്ടവരുണ്ടെങ്കിൽ, പടം തിയേറ്ററിൽ ആഘോഷിച്ചവരുണ്ടെങ്കിൽ വന്ന് കമന്റ് ഇടുക. ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിലും കമന്റിൽ വന്നിട്ട് പറയാം. കാരണം ആ മൊമെന്റിൽ പറയുന്നതാണ്, എല്ലാ ഓർമ്മയിലും നിൽക്കണമെന്നില്ല. അപ്പോൾ അതൊക്കെ നിങ്ങൾ വന്നിട്ട് ഷെയർ ചെയ്യുക, നിങ്ങളുടെ എക്സ്പീരിയൻസ് വന്നിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ. അടുത്തൊരു നല്ല മൂവിയുടെ കാര്യങ്ങളായിട്ട് ഒപ്പീനിയനായിട്ട് വരുന്നതാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ ബൈ.